ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് വലയിട്ടിട്ടുണ്ട്. പാടത്താണ് നമ്മൾ വലയിട്ടിരിക്കുന്നത്. നമ്മൾ ആ പാടത്ത് വന്നിരിക്കുകയാണ്. വള്ളം വലിച്ച് വേണം പാടത്തേക്ക് ഇടാൻ. അതിന് നമ്മൾ വള്ളം കുറച്ച് വലിച്ചു കയറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ പാടത്ത് ഈ വർഷം ആദ്യമായിട്ടാണ് നമ്മൾ വലയിടുന്നത്. അപ്പോൾ ഇതിനകത്ത് മറ്റു വലക്കാരൊക്കെ ഉണ്ട്. അവർ വലയിട്ടപ്പം മീനുണ്ടെന്നാണ് പറഞ്ഞത്. അതനുസരിച്ചാണ് നമ്മൾ ഇന്ന് വലയിടാൻ വന്നിരിക്കുന്നത്, വലയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് നമ്മൾ വലയിട്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ രാവിലെ വല എടുക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ വള്ളം വലിച്ച് കുറച്ച് കയറ്റിയിരിക്കുന്നത്. ഇതിന് പാടത്ത് ഇതൊരു വലിയ പാടമാണ്. ഇതിൻ്റെ അങ്ങ് കുറച്ച് ദൂരം മാറിയാണ് മടയുള്ളത്. അപ്പം മട വരെ നമ്മൾ തുഴഞ്ഞു പോകുന്ന താമസമായത് കൊണ്ടാണ് ഇടയ്ക്ക് നിന്ന് വലിച്ചിടുന്നത്. ഇവിടെ സ്ഥിരം വെള്ളം വലിച്ചിടുന്ന സ്ഥലമാണ് കേട്ടോ. വലയിടാൻ വരുന്ന ആൾക്കാർ വലിച്ചിടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നമ്മളും വലിച്ചിടുന്നത്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ വല ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വള്ളം കയറ്റാം. ഈ മടലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് വള്ളം വലിച്ചിടാൻ ബുദ്ധിമുട്ടില്ല. അത് തന്നെയല്ല, നമ്മുടെ ഈ വള്ളത്തിന് ഭാരക്കുറവാണല്ലോ. എല്ലാ ആൾക്കാരും ഇവിടെ തന്നെയാണ് വള്ളം വലിച്ചിരുന്നത്. അപ്പൊ നമ്മളും ഇവിടെ തന്നെ അങ്ങനെ നമ്മൾ വള്ളം വലിച്ചിട്ടിരിക്കുകയാണ്. ഇനി വല ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം. നമ്മൾ വല ഇവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പോളയൊക്കെയാണ്. നമ്മൾ വലയിടുമ്പോൾ പോള ഇല്ലായിരുന്നു. രണ്ടാമത് കാറ്റടിച്ച് പോള വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് വല ഇവിടെ വലിക്കുമ്പോൾ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ടാകും. നോക്കാം. ശകലം അകത്തി എടുത്തില്ലെങ്കിലേ എല്ലാം നമ്മുടെ വലയിൽ കയറും. ആദ്യമായി നമുക്കൊരു വാളയാണ് കിട്ടുന്നത്. അത്ര വലിയ വാളയല്ല, കയറി കുരുങ്ങിപ്പോയി. ഉണ്ടോ മറ്റല്ലേ മുള്ളൻ. പാടത്തിടുമ്പോൾ അങ്ങനെ ഒരു മുള്ളനുണ്ട്. കഴിയുന്നത്ര നമ്മൾ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ പിന്നീട് അത് ഒത്തിരിയായി വരുമ്പോൾ അതേ ഒരു വരാൽ വേണ്ട. അത്ര വലിയ വരാലല്ല, ചത്തുപോയി. നമ്മൾ ഈ ഒരു വല, ഫസ്റ്റിലത്തെ ഒരു വല നമ്മൾ വലിച്ചു കഴിഞ്ഞ്. ഇനി നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് അങ്ങോട്ട് വല ഇട്ടിട്ടുണ്ട്. ഒരു വലയോട് ഇവിടെ ഇട്ടിട്ടുണ്ട്. തൂളിയ വല കടന്നാലും ഇത് കുഴപ്പം. ഇതിങ്ങനെ വലിച്ചങ്ങോട്ട് പോവുക. അതേണ്ട വീണ്ടും വരാല. ഇത് നമുക്ക് ഊരിയിടാം. ചത്തുപോയി. അങ്ങനെ ഊരാനൊക്കത്തില്ല, തെന്നിച്ചൂരാനൊക്കത്തില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ തന്നെ പോരണം. ഉണ്ടോ? ഇവിടുത്തെ വരല്ല. ഈ തൂളിയെ ഊരിയിടാം. അല്ല ഇനിയും വല വലിക്കുമ്പോൾ അത് തൂളി അതിൻ്റെ അടിയിലായിപ്പോ നമുക്കതൊരു ബുദ്ധിമുട്ടായിപ്പോ. ഒരു സിലോപ്പിയാണ്. എന്താ
ജീവനുണ്ട് അതിന്. ഇതുവഴിയാ കയറി ഉടക്കിരിക്കുന്നു, നോക്കട്ടെ. ഏ ഉണ്ട്. ഒരു മുഴുത്ത സിലോപ്പി അതേ ഉണ്ടോ? ഉണ്ടോ? വെയിലുറച്ചപ്പം വീഡിയോ വെളുത്തിരിക്കും അല്ലേ? എത്രയും കറക്റ്റ് ആകത്തില്ല. ഒരു സിലോപ്പിയായിട്ടുണ്ട് ഇത്. ഇപ്പം നമ്മൾ കഴിയുന്നത്രയും ഉടക്ക് വലയൊന്ന് എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉടക്ക് ഇപ്പം കഴിയുന്നത്രയും എടുത്ത് കളയാൻ ശ്രമിക്കുന്നത്. നമുക്ക് താമസമാണ് വല വലിക്കുന്നത്. അതെ, വീണ്ടും ഒരു സിലോപ്പി. നമ്മൾ ഈ വല വലിച്ച് തീരുകയാണ്. നമ്മളിത് ഇവിടെ നിന്നാണ് ഇനി വല കെട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ വല ഇനി ഇത് അങ്ങ് അറ്റം വരെ ഉണ്ട്. വെയിലുറച്ച്, അത് കാരണം നമുക്ക് വീഡിയോ എത്രയും ക്ലിയർ ആകുമെന്ന് തോന്നുന്നില്ല അല്ലേ? ആണോ? നേരെ ഇത് നമ്മളെ വലിയ കണ്ണുള്ള വലയാണ്. 70. തൂളിയാ. എല്ലാം മുഴുത്ത മീനെ ഇതേ കിട്ടത്തുള്ളൂ. വീണ്ടും ഉണ്ട് സിലോപ്പിയ ഉണ്ട്. മറ്റേ സാധനമുണ്ട്. ഇതൊരു നാശപ്പെട്ട സാധനമാണ്. അത് വല ഊരിയെടുക്കാൻ തന്നെ വിടുന്ന പാട്. ഇതിന് മാത്രം ഇങ്ങനെ പറ്റും. എന്താ സിലോപ്പിയ? കരിമീനാണോ? വീണ്ടും ഉണ്ട്. നാശം ഞാൻ ഊരിക്കളയട്ടെ, അല്ല പിന്നെ അത് വിഷയമാണ്. ഇതെല്ലാം കൂടെ കിടന്ന് കുരുങ്ങിപ്പോവും. അപ്പൊ ഇത് നമുക്ക് ഊരിക്കളയാം. വലയുടെ ഇത്രയും ഭാഗത്താണ് അവിടെ ഒരു വലിയ പോളക്കൂട്ടം വന്നായിരുന്നു. അത് വന്ന് കയറിയതാണ്. അതിൻ്റെ അഴുക്കെല്ലാം കൂടാണ് ഇത്. സിലോപ്പിയായി ഉണ്ട്. നമുക്ക് റെഡിയാക്കണം വല അത്രയും ഭാഗം. സിലോപ്പിയ നമുക്ക് ഊരിയിടാം. ഇതെല്ലാം കൂടെ കിടന്ന് കുഴയും. ഇത് വലിയ കണ്ണി ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങ് ഊരായി. ജീവനുള്ള മീൻ ചത്തു പോകുന്നേ ഉള്ളൂ. ഇന്നത്തെ കാര്യം വല അവിടെ ആകെ നാശമായി കിടക്കുന്നത്. അപ്പം നമ്മൾ അതെ ഒരു എണ്ണം കൊടുത്തേ, ഇത് നമുക്ക് ഊരിയിടാം. ഒരു വാള സിലോപ്പിയ ഇനി അവിടെ കിടക്കട്ടെ. കാറ്റടിക്കുന്നത് കാരണം നമ്മൾ വല എടുക്കാൻ പോകുമ്പോൾ, മീൻ എടുക്കാൻ പോകുമ്പോൾ വള്ളം ഒരു സ്ഥലത്തായി പോകും. വീണ്ടും സിലോപ്പിയ. ഇതിനകത്ത് സിലോപ്പിയ ഉണ്ട്. ഈ വല വലിച്ച് തീരുക. ചില മീൻ നമ്മൾ കുറച്ച് ഊരിയതാ, ബാക്കി മീനൂടെ നമുക്ക് ഊരിയെടുത്തിട്ട് വല കെട്ടി വെക്കാം. ഇപ്പം അത് പോയാൽ
നല്ല കാറ്റ്, പാടത്തിന് നടുഭാഗമായതുകൊണ്ട് കാറ്റ് സമ്മതിക്കുകയില്ല. നമ്മൾ അടുത്ത വല വലിക്കാൻ പോവുക. കഴിഞ്ഞ വല നമ്മുടെ പൂള വന്ന് കയറിയത് ആകെ നാശമായിപ്പോയി. ഇതേ പൂള കയറിയിട്ടില്ല എന്ന് വിശ്വസിക്കുക നമ്മൾ. ഈ വലയിൽ നമുക്ക് സൂപ്പർ ഒരു സിലോപ്പിയാണ് കണ്ടോ, ഏറ്റവും വലുത്. വല എടുക്കാനും രണ്ടുപേരില്ലാതെ വല എടുക്കാനൊക്കത്തില്ല. അതാണ് വിഷയം. കാറ്റടിച്ച് വെള്ളം ഒരു സൈഡിലോട്ട് അങ്ങ് പോവുക. ഈ സാധനം 2 എണ്ണമാണ് ഒരേ സ്ഥലത്ത് കയറിയിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര എണ്ണമായി വേണ്ടതേ, പിന്നെയും വേണ്ട. അയ്യോ, ഒരു വാള. വല, ഈ ഒരു വല കീറുന്നു. ഏതാണ്ട് ഉടക്കിയതോ, മടല. ഇവിടെ ഇനിയുണ്ട്. ഇത് തന്നെ സാധനം. ഇതങ്ങ് പെരുത്തിരിക്കുക. എനിക്കറിയാൻ പറ്റില്ല ഇതിനി എങ്ങനെ ഊരിയെടുക്കും. ഈ എറമ്പിലെങ്ങാനും കൊണ്ടുവന്ന് ഊരാം. നമുക്കിത് ഇനിയും അടുത്ത വല വലിക്കാൻ തുടങ്ങാം. ഇത് നമ്മുടെ 50 mm വലയാണ്. നോക്കാം ഇതേല എന്തും മാത്രം മീനുണ്ടെന്ന്. ഇതേ മീനുണ്ട്, ഇതേ കണ്ടോ, ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോകുന്നു. വേണ്ട, തൂളിയ. ഇത് ഈ വല കാരി. ഇതുപോലെ വാള. ഇത് അവിടെ കിടക്കുന്ന മീൻ കണ്ടു, കുറുവ. ഇത് 50 mm വലയും 50 കണ്ണ് ഇറക്കേ ഉള്ളൂ ഈ വലയ്ക്ക്. കാരണം ഈ വല എളുപ്പം നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കുന്നു. വലിയ ഭയങ്കര കട്ടിയുള്ള മുള്ളനാണ്. ഇത് തൂളിയ. തൂളി, കുറുവ, വാള. ഒരു മീനെ ആമ കടിച്ചു. വേണ്ട, നമ്മൾ ഈ വല വലിച്ചു കഴിഞ്ഞ് ഇതേ ന്യായമായ മീൻ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ചെറയിൽ ഇവിടെ അടുത്ത് കിടന്നിട്ട് ഈ മീൻ ഊരി എടുത്തിട്ട് അടുത്ത വല വലിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ്, അതിനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഇവിടോട്ട് അടുക്കുക. ഇത് നമുക്ക് ന്യായമായ മീൻ കിട്ടിയത്. ഇത് വേറൊരു കാര്യമുണ്ട്, 50 mm വലയാണ്. ഒരു സൈസ് എല്ലാ മീനും കിട്ടും. മറ്റേ വല എന്ന് പറഞ്ഞാൽ 70 mm ആണ്. വലിയ മീൻ മാത്രമേ കിട്ടത്തുള്ളൂ. അപൂർവമായിട്ട് ചെറിയ മീൻ കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പം നമുക്കിത് ഇവിടെ നിന്ന് ഓരോ മീനും എടുക്കാം. ഇതല്ലേ മീൻ ഇങ്ങനെ നമ്മൾ ഓരോന്ന് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വല വലിക്കാം. കാര്യം നല്ല ഈ 50 mm വല കിട്ടുന്നതല്ലേ, ഇവിടുത്തെ കാര്യം. നമ്മളിപ്പം ഈ പാടത്തിൻ്റെ മറ്റൊരു പോർഷനിലാണ് ഈ വന്നിരിക്കുന്നത്. ഒരു ചെറിയ കോർവായാണ് ഇവിടെ. ഇവിടാണ് നമ്മൾ വലയിട്ടിരിക്കുന്നത്. എന്താ വല നമുക്ക് എടുക്കാം. ഇത് 70 mm വലയാണ്. ഇത് 50 കണ്ണേ ഇറക്കമുള്ളൂ വലയ്ക്ക്.
ഇത് ഏതായാലും ഒരു തൂളി, ഇവിടുത്തെ തൂളിയാ. ഇതിലൊരു വരാൽ നമുക്ക് കിട്ടി. ഇതല്ലേ ഊരി എടുത്തേക്കാം. അത്ര വലിയ വരാലല്ല, ഇത് നാടൻ വരാല, കുറുവായ. ഊരി എടുക്കാം. നല്ല വെയിലുറച്ച്. വലയിൽ അപ്പിടി അഴുക്കാണ്, അതാണ് നമ്മൾ ഈ വല കഴുകി എടുക്കുന്നത്. കുറുവായ. കുറുവായ, നമ്മൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും ഉണ്ട്. ഇടയ്ക്കൊരു ചെറിയ മീൻ കയറിയിട്ടുണ്ട്. മീനുണ്ട്. ഇത് നമ്മൾ ഊരിക്കളഞ്ഞില്ല, ഇത് നമ്മൾ മറന്നു പോകും. ഇതിപ്പോൾ തരക്കേടില്ല. വലയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ മീൻ കിട്ടത്തില്ല അല്ലേ? പള്ളത്തിയ മീൻ കിടന്നു, ഇത് കുറുവായതേ കിടന്ന് ഓടുന്നു. ഈ പള്ളത്തെ നമ്മൾ ഊരി എടുക്കുക. വേണ്ട, വീണ്ടും കുറുവായ. ഇനിയും കുറുവ വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഏതാണ്ട് ഉടക്കുണ്ട്. മടല. ഒരെണ്ണേ ഉള്ളു. വില വലിച്ച് തീരുക. തൂളിയ. ഈ വില നമുക്ക് തിരക്കേടില്ലാത്ത രീതിയിൽ മീൻ കിട്ടി. വലയിടുമ്പോൾ എല്ലാ വലയിലും ഒരുപോലെ മീൻ കിട്ടത്തില്ല. നമുക്ക് ഒരു പൂളകൻ വേണ്ടോ? പൂളകൻ. അപ്പോൾ നമ്മൾ ഇവിടെ അടുത്ത് ഈ മീൻ എടുക്കും. ഇത് നമ്മുടെ ലാസ്റ്റ് വലയായിരുന്നു. നമ്മൾ വല മൊത്തം വലിച്ച് എല്ലാം റെഡിയാക്കി. നമ്മൾ ഈ ചെറിയുടെ ഇറമ്പി വന്ന് കിടപ്പുണ്ട്. ഇവിടുന്നും വെള്ളം വലിച്ചിടുന്ന സ്ഥലമാണ് കണ്ടോ. മടലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അപ്പുറത്തു നിന്നാണ് വെള്ളം വലിച്ചിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് എന്തുമാത്രം മീൻ കിട്ടിയെന്ന് നമുക്കൊന്ന് നോക്കാം. അത്ര മീന് ഉണ്ടോ? ഇന്ന് തിരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് മീൻ കിട്ടി അല്ലേ? ഉണ്ടോ? സിലോപ്പിയുണ്ട്, വാളയുണ്ട്, വരാലുണ്ട്, കുറുവായുണ്ട്, പൂളകനെ, കാരി, എല്ലാ സൈസ് മീനും നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ ഇന്നത്തെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.